എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷം പഠിച്ചത് മുഴുവനും വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ദാനമാണ്. എന്നാൽ ആ ദാനത്തിൻ്റെ ഉള്ളടക്കമാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ആകസ്മികമായിട്ട് നമുക്ക് കിട്ടിയ ബോധ്യം ഇതാണ്: ദാനം, ദൈവം തരുന്ന ദാനം നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അപ്പച്ചൻ മക്കൾക്ക് ധാരാളമായിട്ട് തരുന്നു എന്നതാണ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നതെന്നാണ് ഈശോ പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ എന്തളവിൽ നമുക്ക് തരുന്നു എന്നാണ് പറയുന്നത്. ഈശോ നിക്കോദേമോസിനോടുള്ള സംസാരത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ പറയുകയാണ്. 3:34 ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. കണ്ടോ? ഇത് പറഞ്ഞാൽ എന്താ അർത്ഥം? അളവില്ലാതെ ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. അളവില്ലാതെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നു. അളവില്ലാതെ കണ്ടോ? അപ്പോൾ എന്ത് ബോധ്യത്തിലാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങുന്നത്? അല്ലെങ്കിൽ ഈ പെന്തക്കോസ്താ ദിവസത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരു അഭിഷേകം നമുക്കുണ്ടാകാൻ വേണ്ടി എന്തർത്ഥത്തിൽ ഒരുങ്ങണം? നമ്മൾ ഒരുങ്ങേണ്ടത് ഇതാണ്: അളവില്ലാതെ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്കുണ്ടാകേണ്ട ബോധ്യം. അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തന്നിരിക്കും. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായം നിക്കോദേമോസ് യേശുവിൻ്റെ അടുത്ത് വന്നു. യേശുവിനോട് പറയുകയാണ്, ദൈവം കൂടെ ഇല്ലെങ്കിൽ നീ ഈ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ആർക്കും ചെയ്യാൻ സാധിക്കുകയില്ല. കണ്ടോ? ദൈവം കൂടെ ഇല്ലെങ്കിൽ. അപ്പോൾ ഉടനെ ഈശോ പറയുകയാണ്, നീ ആത്മാവിനാലും സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. നിക്കോദേമോസ് ആണ് അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വിശുദ്ധ ലിഖിതങ്ങളുടെ കാര്യത്തിലും ദൈവിക രഹസ്യങ്ങൾ അറിയാവുന്ന കാര്യത്തിലും ഏറ്റവും വലിയ ഒരു ശാസ്ത്രി, ഒരു ഗുരു. ഈശോ തന്നെ പറയുന്നുണ്ട്, നീ ഇസ്രായേലിൻ്റെ ഗുരുവല്ലേ, നിനക്കെന്താ ഇത്രയും ഇത് മനസ്സിലാകാത്തത്? കണ്ടോ? അപ്പോൾ യഹൂദരുടെ, അതായത് ദൈവം തിരഞ്ഞെടുത്ത യഹൂദ ജനത്തിൻ്റെ മുഴുവനും ഗുരുവായ നിക്കോദേമോസിന് ഇത് മനസ്സിലാവുന്നില്ല. കേട്ടോ? 10-ാമത്തെ വചനം പറയാണ്, യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഈ കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? കണ്ടോ? അപ്പോൾ ഇതായിരുന്നു ഒരവസ്ഥ. ഒരുപക്ഷെ ഇന്നും യഹൂദരുടെ അവസ്ഥ ഇതാണ്. ഒരുപക്ഷേ നമ്മളും ഒരുപാട് പേരുടെയും അവസ്ഥ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം. നമ്മൾ എന്താണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നു, അതല്ല ശരിയായി ഞാൻ പറഞ്ഞ ആ ഇംഗ്ലീഷ് പദത്തിന് ജർമ്മനിയിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തത്
അതല്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി പറയുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. ഞാൻ അപ്പോൾ അവർക്ക് വേറൊരു ആൾട്ടർനേറ്റീവ്, വേറൊരു വാക്ക് പറഞ്ഞ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി. യെസ്, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരും അങ്ങോട്ടും കൂടി പറയുന്നൊന്നുമില്ല. എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഞാൻ പറയുന്ന എനിക്ക് മനസ്സിലായി, ഈ ട്രാൻസ്ലേറ്റ് ചെയ്തത് ശരിയായിട്ടില്ല. എന്നാൽ ഞാൻ അവരോട് പറയുന്നില്ല നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ശരിയായിട്ടില്ലെന്ന്. ഞാൻ വീണ്ടും ഒന്നും കൂടി പറഞ്ഞത് പറയുന്നു. അപ്പോഴേക്കും അവർക്ക് മനസ്സിലായി കഴിഞ്ഞു, ഈ നേരത്തെ പറഞ്ഞതിന് പകരം കൂടുതൽ ശ്രേഷ്ഠമായൊരു പദം അതിന് ഉപയോഗിക്കാൻ ഉണ്ട്. അങ്ങനെ അവർ അതിന് കൂടുതൽ ശ്രേഷ്ഠമായൊരു പദം ഉപയോഗിക്കുന്നു. അപ്പോൾ ആളുകൾക്കും മനസ്സിലായി. എന്നാൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നില്ല. ഞാനും പറയുന്നില്ല, ഇവരും പറയുന്നില്ല, ആളുകളും പറയുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വിസ്മയാവഹമായ പ്രവർത്തനം. അപ്പം നമ്മൾ ഈ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും CCC കാറ്റക്കിസത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം എടുത്തിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണെങ്കിലും ഞാനിവിടെ ഇരിക്കുമ്പോൾ അതൊന്നും വരുന്നില്ല. അതാണ് വിസ്മയം. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യവും ഇതൊന്നും ഞാൻ ഉദ്ദേശിച്ചതേ അല്ല. ഞാൻ പറഞ്ഞു വരുന്നത് വിസ്മയം, ഒരു സ്പോണ്ടേനിറ്റിയാണ്. ആ നിമിഷം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നതും ആ നിമിഷം നമുക്ക് കാണിച്ചു തരുന്ന രഹസ്യങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് ദാഹിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കി, 2 ഗുരുക്കന്മാരാണ്. ഈശോയുടെ അടുത്തേക്ക് നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്താ പറഞ്ഞത്? അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ്. ഇത്രയും നിക്കോദേമോസിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങ് ദൈവത്തിൽ നിന്ന് വന്നൊരു ഗുരുവാണ്. ഇത് ഇസ്രായേലിൽ ആർക്കും അങ്ങനെ മനസ്സിലായിട്ടില്ല. നിക്കോദേമോസിന് മാത്രം ഇത് മനസ്സിലായിരിക്കുന്നു. ഇത് അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ്. എന്നിട്ട് എന്താ പറയണത്? ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയില്ല. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് ഒരു സംഭവം ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ ജീസസ് വണ്ടറിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഈ കാനായിലെ കല്യാണത്തിൻ്റെ സ്ക്രിപ്റ്റ് മുഴുവനും എഴുതി കഴിഞ്ഞിരിക്കുമ്പോൾ അന്ന് ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഭാഗം എൻ്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവ്, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഈ ഭാഗം, നീ ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണ്. ദൈവം കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ഏത് അടയാളത്തെക്കുറിച്ചാണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്? 2-ാം അധ്യായത്തിൽ കഴിഞ്ഞ അടയാളം. നീ ചെയ്യുന്ന അടയാളങ്ങൾ. അപ്പോൾ 2-ാം അധ്യായത്തിൽ എന്തടയാളമാണ് അവിടെ നടന്നത്? കാനായിലെ കല്യാണം. അപ്പോൾ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായ ആ അടയാളത്തെക്കുറിച്ച് നിക്കോദേമോസിന് എന്തോ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇത് യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ചെയ്ത ആദ്യത്തെ അടയാളമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിക്കോദേമോസും കൂട്ടരും അവിടെ ഉണ്ടായിരുന്നിരിക്കണം.
നിക്കോദേമോസ് ആണ് പറയണത് ഇതൊരു അടയാളമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി അതിൻ്റെ ആശയ സമ്പുലിത കിട്ടുകയാണ്. അതായത് നമ്മൾ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞ് ഒരുപാട് പറയാറുണ്ട്. മാതാവ് ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിൽ മാതാവ് ഇടപെട്ടു. കണ്ടോ, ഒരു കല്യാണ വിരുന്നിന് ബിരിയാണി തീർന്നു പോയാലത്തെ അവസ്ഥ എന്താ എന്ന പോലെയാണ് യഹൂദരുടെ വിവാഹ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയാൽ ആ കുടുംബത്തിൽ എന്തോ ഒരു ഭയാനക അവസ്ഥയാണ്. അതിൽ നിന്നും അവരെ രക്ഷിക്കാൻ മാതാവ് അവരുടെ കാര്യത്തിൽ ഇടപെട്ടു. പക്ഷേ ഇതൊന്നുമല്ല അതിൻ്റെ കാര്യം. അവിടെ ഒരു വിസ്മയമാണ് നടക്കുന്നത്. എന്താണ് വിസ്മയം? ആ പഴയ വീഞ്ഞ് തീർന്നു. അതായത് ഇനി രക്ഷാകര പദ്ധതിയുടെ പുതിയ വീഞ്ഞാകുന്ന പരിശുദ്ധാത്മാവിലുള്ള ജീവിതം ആരംഭിക്കണം. ആ പുതിയ വീഞ്ഞാകുന്ന പരിശുദ്ധാത്മാവിനെ ലോകത്തിന് നൽകാൻ സമയമായി. അതാണ് ഈശോ ആദ്യം നടത്തിയ അടയാളം. അപ്പോൾ ആ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുന്നതിലൂടെ അവർക്ക് വീഞ്ഞ് കൊടുത്ത് അവരുടെ കല്യാണ വിരുന്നിനെ അനുഗ്രഹിക്കുക എന്നതൊരു കാര്യമായിരിക്കാം. പക്ഷേ അതിൻ്റെ ഇടയിൽ നടന്ന ഒരടയാളം എന്താണ്? അപ്പോൾ ഇപ്പോൾ 2-3 കാര്യങ്ങൾ നമ്മളോട് ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ്. ഒന്ന്, ആ അടയാളത്തെ മനസ്സിലാക്കണം. 2, നിക്കോദേമോസിന് മനസ്സിലായി ആ അടയാളം. എന്നിട്ട് നിക്കോദേമോസ് യേശുവിൻ്റെ അടുത്ത് വരികയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിക്കോദേമോസിനോട് പറയണത് നിക്കോദേമോസിന് മനസ്സിലാവുന്നില്ല. കണ്ടോ? അപ്പോൾ ഈശോ എന്നിട്ട് പറയുകയാണ്, ഇവിടെ നിക്കോദേമോസ് പറയുകയാണ്, ദൈവം കൂടെ ഇല്ലെങ്കിൽ നീ പ്രവർത്തിച്ച പോലെ ഈ അടയാളം ആർക്കും പ്രവർത്തിക്കാൻ സാധിക്കില്ല. മനസ്സിലായോ? ഇത്രയും മനസ്സിലായി. അതതിൻ്റെ ഒരു വാല് മാത്രമായിട്ടുള്ളൂ. എന്നിട്ട് ഈശോ പറയുകയാണ്, ആ അടയാളം എന്ന് പറഞ്ഞാൽ ഇതാണ്, വീണ്ടും ജനിക്കണം. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയില്ല. പക്ഷെ അത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴൊക്കെ നമുക്കൊരുവിധമൊക്കെ മനസ്സിലായി വീണ്ടും ജനിക്കുക എന്നാൽ എന്താണെന്ന്. അദ്ദേഹം പറയുകയാണ്, അതെങ്ങനെയാണ് വീണ്ടും ജനിക്കണേ? ഈ പ്രായമായ ഞാൻ അമ്മയുടെ ഗർഭത്തിലേക്ക് അങ്ങനെ വീണ്ടും കയറണേ? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? അപ്പോൾ ഈശോ കുറച്ചുകൂടി ക്ലിയറാക്കി പറയാണ്. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും. കണ്ടോ? അവിടെ കൃത്യമായി പരിശുദ്ധാത്മാവിൻ്റെ കുറിച്ചുള്ള ഏറ്റവും പ്രധാന രഹസ്യമാണ് ഈശോ പറയണത്. ജലത്താലും ആത്മാവിനാലും. അവിടെ ജലം എന്ന് പറയണത് ഈശോ തന്നെയാകുന്ന വചനം, മനുഷ്യാവതാരം ചെയ്ത വചനത്താലും രക്ഷാകര രഹസ്യങ്ങൾ മുഴുവനും അടങ്ങി പുതു സൃഷ്ടിയാകുന്ന ഉത്ഥാനത്തിൽ പ്രവർത്തിച്ച ആത്മാവിനാലും. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. പിന്നത്തെ പ്രവചനത്തിൽ നമ്മളോട് പറഞ്ഞത്, ഞാൻ ഇന്ന് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിൽ ചിലത് പഠിപ്പിക്കാമെന്നാണ്. കണ്ടോ? അപ്പോൾ ഈശോ ആദ്യമേ മുതൽ പറയുന്നത് ദൈവരാജ്യം ഒരു രഹസ്യമാണ്. രഹസ്യം എന്ന് പറയുമ്പോഴെല്ലാം മനസ്സിലാക്കേണ്ടത് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ എന്നാൽ ദൈവം നൽകുന്ന ദാനവും ദൈവത്തിലൂടെ തന്നെ മുഴുവനും ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതിനെയാണ് വിസ്മയം, രഹസ്യം
ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, നിക്കോദേമോസിന് ഇത് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട്? രണ്ട്, നിക്കോദേമോസിന് ഒരു കാര്യം മനസ്സിലായി. അവിടെ ആ കല്യാണ വിരുന്നിൽ ഒരടയാളം സംഭവിച്ചു. ഇനി ആ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞായ ആ അടയാളവും അതിൻ്റെ വിശദീകരണം ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ അത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അപ്പം ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പം ഞാനിനി എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് അന്ന് ഭയങ്കര സന്തോഷം. അതായത് വെള്ളം വീഞ്ഞാകുക എന്നതിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത് ഈ പന്തക്കുസ്തായെക്കുറിച്ചാണ്. വെള്ളം വീഞ്ഞാകുക എന്നതിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് മനുഷ്യവംശമാകുന്ന സാധാരണ മനുഷ്യരെല്ലാം പരിശുദ്ധാത്മാവിലൂടെ ഒരു പുതിയ സൃഷ്ടിയാകുന്ന പന്തക്കുസ്തായെക്കുറിച്ചാണ് ഈ വെള്ളം വീഞ്ഞാകൽ എന്നത് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇനിയിപ്പോൾ ഇതെങ്ങനെ അത് കാനായിലെ കല്യാണത്തിൻ്റെ സ്ക്രിപ്റ്റിൽ കൊണ്ടുവരാം? ആ സ്ക്രിപ്റ്റ് മുഴുവനും മാറ്റി ഞാൻ രണ്ടാമത് മുഴുവൻ എഴുതേണ്ടി വന്നു. ഒന്നാലോചിച്ച് നോക്കി. അപ്പോൾ അതിനെ ഇത് വിവരിക്കാൻ വേണ്ടി ഇതെങ്ങനെ അവിടെ അവതരിപ്പിക്കാം? അപ്പോൾ എനിക്ക് മനസ്സിലായി, ആ നാട്ടിലെ പ്രമുഖനായ നിക്കോദേമോസിനെയും അദ്ദേഹത്തിൻ്റെ സംഘത്തെയും ഈ കല്യാണ വിരുന്നിൽ അവർ ക്ഷണിച്ചു കാണണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഈ സംഭവത്തിനെക്കുറിച്ച്. അങ്ങനെ അവർ വരണതും അതെല്ലാം സ്ക്രിപ്റ്റിൽ ചേർത്തു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ വെള്ളം എങ്ങനെ വീഞ്ഞാകുന്നത്, വെള്ളം വീഞ്ഞാകുന്നതിലൂടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അവിടെ അവർ ഇത് കുടിച്ചുകൊണ്ടിരിക്കെ ഒരു സംസാരം ഉണ്ടാക്കി. അപ്പോൾ നിക്കോദേമോസിൻ്റെ കൂടെയുള്ള ഒരാൾ ചോദിക്കുകയാണ്, ഗുരു, ഈ വെള്ളം എങ്ങനെ വീഞ്ഞാകണേ? അങ്ങൊന്ന് പഠിപ്പിക്കാമോ? വെള്ളം എങ്ങനെ വീഞ്ഞാകണേ? അങ്ങ് ഞങ്ങളുടെ ഗുരുവല്ലേ, ഒന്ന് പഠിപ്പിക്കാമോ? അപ്പോൾ നിക്കോദേമോസ് എന്നിട്ട് പഠിപ്പിക്കുകയാണ്. അത് നിങ്ങൾ ആ എപ്പിസോഡ് കാണുകയാണെങ്കിൽ മനസ്സിലാവും. നിക്കോദേമോസ് പറയാണ്, ഒരു വസ്തുവിൻ്റെ, ഒരു സൃഷ്ടിയുടെ സത്ത മാറ്റാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വെള്ളം എന്ന ആ സൃഷ്ടിയുടെ സത്ത മാറ്റി അതിനെ പുതുവീഞ്ഞാക്കുന്നത് അത് വലിയ ദൈവികമായൊരു കാര്യമാണ്. അപ്പോഴാണ് നിക്കോദേമോസ് പറയണത് ദൈവം, എന്നിട്ട് അവിടെ നിക്കോദേമോസ് പറഞ്ഞത് അവിടെ ഞാൻ അവതരിപ്പിക്കുകയാണ്, ദൈവം കൂടെ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇദ്ദേഹത്തിൽ ദൈവം കൂടെ ഉണ്ട്. കണ്ടോ അടയാളം? അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അതാണോ ആ എസെക്കിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയം മാറ്റി പുതിയ ഹൃദയം നൽകുന്നു? ആ, കറക്റ്റ്, അതാണ്. ഒരു പുതിയ അവസ്ഥ ഉണ്ടാക്കും. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് അദ്ദേഹവുമായിട്ട് വിശദമായിട്ട് സംസാരിക്കാം. അങ്ങനെ അവിടുന്ന് ആ സ്ക്രിപ്റ്റ് ആരില്ലാതെ. അപ്പോൾ നമ്മളെന്നും വിചാരിക്കുന്നത് കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി അവിടെ ആളുകൾക്ക് കുടിക്കാൻ കൊടുത്തു, നല്ല കാര്യം. പക്ഷേ അതൊന്നുമല്ല അതിൻ്റെ ഉദ്ദേശം. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായത് പുതിയ പന്തക്കുസ്തായാണ്. മനുഷ്യർ, ഇപ്പോൾ നമുക്കറിയാം, പത്രോസ് പോലും ഒരു വേലക്കാരിയുടെ മുമ്പിൽ പോലും യേശുക്രിസ്തുവിനെ ഏറ്റുപറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കുറ്റം പറയല്ല, അതായിരുന്നു വെള്ളത്തിൻ്റെ അവസ്ഥ. ആ പച്ചവെള്ളം പോലെയായിരുന്ന പത്രോസിനെയും കൂട്ടരെയും ഇതാ സത്ത. അപ്പോൾ പന്തക്കുസ്തായിൽ സംഭവിച്ച ഒരു കാര്യം വെള്ളം വീഞ്ഞാകലാണ്. പന്തക്കുസ്തായിലൂടെ നടന്ന ഏറ്റവും വിസ്മയനീയമായ ഒരു കാര്യം, പന്തക്കുസ്തായിലൂടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം,
അതാണ് പ്രധാനമായിട്ട് കൗദാശികമായിട്ടാണ് അത് സഭയിൽ നടക്കുന്നത്. അതായത് സാധാരണ മനുഷ്യനെ അമ്മയും അപ്പനിൽ നിന്ന് ജനിച്ച നമ്മളെ, നമ്മളുടെ ആ ബയോളജിക്കൽ ബർത്ത്, നമ്മൾ മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്നും ജനിച്ച നമ്മളെ ദൈവിക മക്കളാക്കി മാറ്റുന്നു, ദൈവമക്കളാക്കി മാറ്റുന്നു. അതാണ് പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവപ്രധാനമെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നതും 2 കൊറിന്ത്യോസ് 5:17 2 കൊറിന്ത്യോസ് 5:17 വളരെ സുപ്രസിദ്ധമായ വചനമാണത്. യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ്. താങ്ക് യു മിനി. 3:6 ഈ യോഹന്നാൻ നിക്കോദേമോസിനോട് പറഞ്ഞതിൽ തന്നെ പറയുന്നതാണ്. അപ്പോൾ നമ്മളുടെ മാംസത്തിൽ നിന്ന് ജനിച്ച, ഇപ്പോൾ എൻ്റെ അപ്പനിൽ, അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നുണ്ട്. 1:12 പറയുന്നത് എന്താ? 1:12 പറയുന്നത്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. കണ്ടോ, ദൈവമക്കളാകാൻ. എങ്ങനെയാണ് നമ്മൾ ദൈവമക്കളാകണേ? അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ അവർ ജനിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും പുരുഷൻ്റെയും സ്ത്രീയിൽ നിന്നും ജനിച്ച, അപ്പനും അമ്മയിൽ നിന്നും ജനിച്ച നമ്മളെ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാക്കി മാറ്റുന്നു. നമ്മുടെ സത്ത രൂപാന്തരപ്പെടുത്തുന്നു, നമ്മുടെ പേര് മാറ്റുന്നു. അപ്പോൾ ഇതാണ് അബ്രാം. ഇനി നിൻ്റെ പേര് അബ്രാം എന്നല്ല, നിൻ്റെ പേര് അബ്രാഹം എന്നാണ്. കണ്ടോ, അവൻ്റെ ജീവൻ മാറ്റി. യാക്കോബുമായിട്ടൊരു രാത്രി മുഴുവനും പൊരുതി. അവസാനം അവനോട് പറഞ്ഞു, നീ ജയിച്ചിരിക്കുന്നു, നിന്റെ സത്ത ഞാൻ മാറ്റിയിരിക്കുന്നു, ഇനി നീ പോയിക്കോ. അല്ലോ, യാക്കോബ് ഏസാവിനെ പേടിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഏസാവും യാക്കോബും തമ്മിലുള്ള അവസ്ഥ. ഒരു ഗർഭത്തിൽ പിറന്നവരാണ്. എങ്ങനെ അവർക്ക് ഇതുപോലൊരവസ്ഥ ഉണ്ടായി? ഒരു ഗർഭത്തിൽ പിറന്ന അവരുടെ വ്യത്യസ്തമായ അവസ്ഥയാണ്. എന്നാൽ ഈ രാത്രി ആ പൊരുതൽ നടന്നു കഴിഞ്ഞപ്പോൾ ദൈവം യാക്കോബിനോട് പറഞ്ഞു, യാക്കോബേ, ഇനിമേൽ നിൻ്റെ പേര് യാക്കോബ് എന്നല്ല, നിൻ്റെ സത്ത ഞാൻ മാറ്റിയിരിക്കുന്നു, നിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ്. കണ്ടോ, പേര് മാറ്റി, അവനെ രൂപാന്തരപ്പെടുത്തി. ഇനി അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ്റെ ജ്യേഷ്ഠനെ കണ്ടിട്ട് താണു വണങ്ങി 7 പ്രാവശ്യം എളിമപ്പെട്ട് ജ്യേഷ്ഠൻ ആ ഏസാവും യാക്കോബും തമ്മിൽ അങ്ങ് ആലിംഗനം ചെയ്ത്. കണ്ടോ, അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു പന്തക്കൊസ്ത. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു രൂപാന്തരീകരണം സംഭവിച്ചു. ഇതുപോലെ സാറായി, ഇനിമേൽ നിൻ്റെ പേര് സാറായി എന്നല്ല, നീ സാറായാണ്. ഇങ്ങനെ ഈ പേര് മാറ്റുന്നതിലൂടെ നമ്മുടെ സത്ത മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ വെള്ളം ആയിരുന്ന ആ വസ്തുവിനെ രൂപാന്തരപ്പെടുത്തി പുതുവീഞ്ഞാക്കി മാറ്റി അവിടെ വിളമ്പി. അപ്പോൾ കലവറക്കാരൻ പറയുകയാണ്, സാധാരണ എല്ലാവരും പുതുവീഞ്ഞ് കുടിപ്പിച്ച് കഴിഞ്ഞ് അവസാനമല്ലേ പഴയ വീഞ്ഞെടുക്കാറ്. നീ ഇത്രയും സമയം പഴയ വീഞ്ഞ് കുടിപ്പിച്ചുകൊണ്ട് അവസാനം വരെ ഈ പുതുവീഞ്ഞ് ഒരുക്കാൻ കാത്തിരുന്നോ? അതാണ് രക്ഷാകര സംഭവം. ഇപ്പോൾ രക്ഷാകര സംഭവത്തിലെ പഴയ നിയമത്തിലൂടെ കടന്നുപോയി ആ പഴയത് മുഴുവനും കുടിപ്പിച്ച്
മത്ത് പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ യേശു ക്രിസ്തുവാകുന്ന പന്തക്കൊസ്തായാകുന്ന പരിശുദ്ധാത്മാവാകുന്ന ഈ പുതുവീഞ്ഞ് നൽകുന്നത്. അതാണ് കാനായിലെ കല്യാണം. അപ്പോൾ കാനായിലെ കല്യാണത്തിൽ വാസ്തവത്തിൽ പന്തക്കൊസ്തായുടെ ഒരു അവസ്ഥയെ അവിടെ മുൻ അവതരിപ്പിക്കുകയാണ്. ആ പന്തക്കൊസ്തായുടെ അവസ്ഥ എന്ന് പറയുന്നത് ദൈവരാജ്യം എന്നത് നിലവിലുള്ള മനുഷ്യവംശത്തെ അതിൻ്റെ സത്ത മാറ്റി പുതിയതാക്കുന്നു എന്നതാണ്. അപ്പോൾ ഇത് അന്ന് പന്തക്കൊസ്തായിൽ യേശുക്രിസ്തുവിൻ്റെ മരണം ഉത്ഥാനം സ്വർഗാരോഹണത്തിൽ പ്രവർത്തിച്ചത് ഈ അവസ്ഥ തന്നെയാണ്. മരിച്ച മർത്യ ശരീരമായ യേശുവിൻ്റെ ആ ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ആ ശരീരത്തെ ഇനി ഒരിക്കലും മരിക്കാത്ത വിസ്മയനീയമായ മഹത്വീകരിക്കപ്പെട്ട ശരീരമാക്കി മാറ്റി. ആ അവസ്ഥയാണ് വെള്ളം വീഞ്ഞാവുന്നത്. മരിച്ച യേശുവിൻ്റെ ശരീരം വെള്ളത്തിന് തുല്യം, എന്നാൽ അതിൽ ദൈവികമായ പ്രവൃത്തി നടന്നുകൊണ്ട് അതിനെ ഉയർത്ത ശരീരമാക്കി മാറ്റുന്നു. അതാണ് റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ ഇപ്പോൾ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. അപ്പോൾ പുതുജീവൻ, ദൈവം നൽകുന്ന പുതുജീവന എന്ന് പറയുന്നത് നമ്മുടെ സത്ത മാറ്റി പുതിയ വസ്തുവാക്കുന്നു, പുതിയ സൃഷ്ടിയാക്കുന്നു. ആ പുതിയ സൃഷ്ടിയാക്കുന്ന അവസ്ഥയാണ് പന്തക്കൊസ്തായിലൂടെ കർത്താവ് നമുക്ക് നൽകിയത്. ആ അപ്പസ്തോലന്മാരെല്ലാവരും ഇതുപോലെ ഭയന്ന് വിറച്ചിരിക്കുന്ന ആയിരുന്നുവെങ്കിലും ഇപ്പോൾ അവർ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ പിതാവിനെ അയച്ച പോലെ അയക്കുമെന്ന് പറഞ്ഞിട്ടും വീണ്ടും അവർ മീൻ പിടിക്കാൻ പോയി. എന്നിട്ടും ഈശോ അവരെ കുറ്റമൊന്നും പറയണില്ല. കാരണം ഇത് അവരുടെ സത്ത രൂപാന്തരപ്പെട്ട് കഴിയുമ്പോഴേ അവർ മാറുകയുള്ളൂ. അവർ യഥാർത്ഥമായിട്ട് എൻ്റെ ശിഷ്യരാകണമെങ്കിൽ എൻ്റെ കൂടെ ഈശോയുടെ കൂടെ 3 വർഷം അവർ ഓൺലൈൻ ട്രെയിനിങ് നടത്തി. 3 വർഷം ഈശോയോടൊപ്പം ഉണ്ടുറങ്ങിയവരും ഈശോ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടവരും ഈശോയുടെ പീഠാനുഭവവും കുരിശുമരണത്തിലും അനുഭവിച്ചവരും, എന്നിട്ടും അവരിൽ മാറ്റം വരുന്നില്ല. എപ്പോഴാണ് അവരിൽ മാറ്റം വന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാവും, അപ്പോൾ നിങ്ങൾ മാറും. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിസ്മയാവഹമായ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഈശോ നിക്കോദേമോസിനോട് പറയുന്നത്. നിക്കോദേമോസിന് അത് മനസ്സിലാവുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ വിസ്മയനീയതയുടെ അർത്ഥം. കാരണം എപ്പോഴാണ് ഇനി നിക്കോദേമോസിന് ഇത് മനസ്സിലാകുക? ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ. ഹല്ലേലൂയ. അതുവരെ നിക്കോദേമോസിനോ ഈ അപ്പസ്തോലന്മാർക്ക് പോലും ഇത് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഇപ്പോൾ നമ്മൾ സത്താരൂപാന്തരീകരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾക്ക് ആദ്യം മനസ്സിലാവുന്നത് മാമോദീസായിൽ എന്ത് സംഭവിച്ചു. മാമോദീസായിൽ നമ്മളെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു, നമ്മളെ ഇന്നാളുടെ മോൻ ഇന്നാളുടെ മക്കളായിട്ട് കൊണ്ടുവന്ന നമ്മളെ വേറെ ഒരു മാതാപിതാക്കൾ വിശ്വാസം, അതായത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയുടെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ പുതിയ വസ്ത്രമണിയിച്ചു, നമ്മളെ മെഴുകുതിരി പിടിപ്പിച്ചു, നമ്മളെ യേശു ക്രിസ്തുവാക്കി മാറ്റി, ഒരു യേശുവാക്കി മാറ്റി. അപ്പോൾ തോമസ് പോളെ, ഇന്നു മുതൽ നീ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെഴുകുതിരി കൈമാറി. ഇനി ഇതിന് സമയമില്ല ഇതിപ്പോൾ കത്തിക്കാൻ, നമ്മൾ പല പ്രാവശ്യം കത്തിച്ചിട്ടുള്ളതാണ് മെഴുകുതിരി. അപ്പോൾ അങ്ങനെ നമ്മളെ ആ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവും യേശുവാകുന്ന ജലവും നമ്മളിലൂടെ നമ്മളെ പുതിയ സൃഷ്ടിയാക്കി. ഇത് തന്നെയാണ് വിശുദ്ധ കുർബാനയിലും. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ അപ്പത്തെയും വീഞ്ഞിനെയും മറ്റൊരു സൃഷ്ടിയാക്കി മാറ്റുന്നു. ഈശോ പലസ്തീൻ ആരാധനാക്രമത്തിൽ പിതാവേ
സകല പരിശുദ്ധിയുടെ ഉറവിടമായ ദൈവമേ, അങ്ങിൽ നിന്ന് യേശുക്രിസ്തു വഴിയായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഈ യാഗവസ്തുക്കളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് ഈ അപ്പത്തിൻ്റെ സത്ത മാറ്റി, ഈ വീഞ്ഞിൻ്റെ സത്ത മാറ്റി യേശുവിൻ്റെ ശരീരവും രക്തവുമാക്കി മാറുന്നു. സ്നേഹമുള്ളവരെ, ഇതാണ് ഇനിയും നമ്മൾ ഈ പെന്തക്കോസ്തായിൽ അനുഭവിക്കേണ്ട വിസ്മയം. വിസ്മയം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഇപ്പോഴും വെള്ളം തന്നെയാണോ അതോ നമ്മൾ പുതുവീഞ്ഞായോ? അതിന് മനസ്സിലാക്കാനുള്ള ഒന്ന്, നമ്മുടെ ധൈര്യം എത്രത്തോളമുണ്ട്. ഇവിടെ 8-ാം അധ്യായത്തിൽ അത് തന്നെ കിട്ടി. റോമർ 8 കേട്ടോ, ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. റോമർ 8:14-15 ഞാൻ ആഗ്രഹിച്ചത്, തുറന്നപ്പോൾ തന്നെ അത് കിട്ടുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല. നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? നമ്മളിലെല്ലാം ഒരു ഭയം. ഈശോ എല്ലായിടത്തും പറയുന്നത് ഭയപ്പെടേണ്ട. 365 പ്രാവശ്യം ബൈബിളിൽ പറയുന്നുണ്ട് പോലും, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളിൽ ഇനിയും ഭയത്തിൻ്റെ അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് പുതിയ സൃഷ്ടിയായിട്ടില്ല. നിങ്ങളെ ഭയത്തിലെ നയിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പറയുന്നു. വരുവിൻ, നമുക്കെല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കാം.